പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് കടന്നു ചെല്ലുന്നത് ആലപ്പുഴ നഗരത്തിലെ ഒരു ഫുട്പാത്തിലേക്കാണ്. ഫുട്പാത്ത് എന്നാൽ കാൽനട യാത്രികർക്ക് സുഗമമായി നടന്നു പോകാനുള്ള പാത എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. റോഡ് സൈഡിൽ പെറ്റുപിടിക്കാൻ മൊബൈൽ ഫോണുമായി പോലീസുകാരെ നിർത്തിയിരിക്കുന്ന ഏമാന്മാരും വഴിയരികിൽ പച്ചക്കറി കച്ചവടം നടത്തുന്ന പാവപ്പെട്ടവൻ്റെ തട്ട് വലിച്ചെറിയുന്ന ഏമാന്മാരും കാണാതെ പോകുന്ന ഒരു കാഴ്ചയാണിത്. പൊതുജനങ്ങൾ ആരെങ്കിലും അത്യാവശ്യത്തിന് റോഡ് സൈഡിൽ വാഹനം ഒന്ന് പാർക്ക് ചെയ്താൽ അപ്പം അടിച്ചു കിട്ടും പെറ്റി. അപ്പോഴാണ് നടപ്പാത കയ്യേറി മണിക്കൂറുകൾ വാഹനം പാർക്ക് ചെയ്യുന്നത്. അതോ സർക്കാർ വാഹനങ്ങൾ, പ്രമുഖ മാധ്യമ മുതലാളിമാരുടെ വാഹനങ്ങൾ. ഇവർക്കൊന്നും ഈ നിയമം യാതൊരു ബാധകവുമല്ല. ആലപ്പുഴ ജില്ലാ കോടതിക്ക് സമീപമുള്ള ഫുട്പാത്താണിത്. ഇന്നിപ്പോൾ പാർക്കിംഗ് ഏരിയയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 4 സ്കൂളുകളും ഒരു പ്രൈവറ്റ് കോളേജും ഇവിടെയുണ്ട്. ഇവിടങ്ങളിലെല്ലാം വിദ്യാർത്ഥികൾ ഈ നടപ്പാതയിലൂടെ വേണം നടന്നു പോകുവാൻ. അതൊന്നും ഇവർക്കാർക്കും ബാധകമല്ല. ഇതാ ഒരു പോലീസ് വാഹനമാണ് ഈ നിർത്തിയിട്ടിരിക്കുന്നത്. എത്ര അലക്ഷ്യമായി ആണിത്. ഈ യാത്രികർക്ക് യാതൊരു വിലയും കൊടുക്കാതെ നിർത്തിയിട്ടിരിക്കുകയാണ്. ആരോട് പരാതി പറയാനുണ്ട്? ജില്ലാ കോടതിക്ക് വാതിക്കൽ നടക്കുന്ന ഈ സംഭവത്തിന് യാതൊരു നടപടിയും ഉണ്ടാകാറില്ല. നോക്കൂ, കോടതിയുടെ തൊട്ടുപറ്റെ ഉള്ള നടപ്പാതയിൽ ജനങ്ങൾക്ക് നടന്നു പോകേണ്ട സ്ഥലത്ത് ആണ് ഈ വാഹനങ്ങളെല്ലാം നിർത്തിയിട്ടിരിക്കുന്നത്. അതിനൊന്നും പറ്റിയില്ല. എങ്ങനെ ഒതുക്കി വെക്കുന്നവന് എപ്പോഴും പെറ്റി അടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ സ്റ്റിക്കർ അടിച്ചു കൊടുക്കും. അതാണ് പോലീസ്. ഈ സ്കൂളുകളിലെല്ലാം പഠിക്കുന്ന കുട്ടികൾക്കും അവരെ വിളിക്കുവാൻ വരുന്ന രക്ഷകർത്താക്കൾക്കും പ്രായമുള്ളവർക്കും ഒക്കെ നടക്കേണ്ട പാതയിലാണ് ഇത്തരത്തിൽ പാർക്കിങ്.